Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala rasulillahi wa ala alihi wa sahbihi ajma'in amma ba'd. أعوذ بالله من الشيطان الرجيم أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിധികർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനുഷ്യവർഗത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള അനവധി വേദഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരുടെ നിത്യജീവിതത്തിലെ സകല മേഖലകൾ സ്പർശിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥമായി ഇന്നും മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഖുർആൻ അല്ലാതെ മറ്റൊരു വേദഗ്രന്ഥവും ഇല്ലെന്നാണ് സത്യം. വെറും 23 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും പതിതരായ സമൂഹത്തെ സാംസ്കാരികതയുടെ അത്യുന്നതങ്ങളിലേക്ക് അനയിക്കാൻ ഖുർആനിന് സാധിച്ചു. അന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രകാശം ഇന്നും പ്രസരിക്കുകയാണ്. അവതരിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിലും നവകാല സമൂഹത്തെ പോലും നേരിന്റെ പാതയിലേക്ക് വഴി നടത്താൻ മാത്രം സർഗസപുഷ്ടമാണ് വിശുദ്ധ ഖുർആൻ. പുതിയ കാലത്ത് നമ്മുടെ ജീവിത രീതികളിലും പെരുമാറ്റങ്ങളിൽ വലിയ അന്തരം സംഭവിച്ചിട്ടും യാതൊരു വിധത്തിലും ഖുർആനിന് പൊളിച്ചെഴുത്തിനോ വെട്ടിത്തിരുത്തലുകൾക്കോ വിധേയമാക്കപ്പെടാത്തത് അതിലടങ്ങിയിട്ടുള്ള പ്രമേയങ്ങളുടെ വ്യാപ്തി ഒന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ഖുർആൻ ചർച്ചക്കെടുക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വമു. തീർച്ചയായും ഖുർആൻ ശരിയായ വഴിയിലേക്ക് കാണിക്കുന്നു. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന സാമൂഹിക തിന്മയിലാണ് ഖുർആൻ താക്കീതോടെ വിലക്കിയത്. കള്ളു കുടിക്കൽ, മോഷണം, വ്യഭിചാരം, കളവ് തുടങ്ങിയ തിന്മകൾ മനുഷ്യന് ജീവനുള്ളിടത്തോളം സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സർവകാല അധർമ്മങ്ങൾക്കെതിരെയാണ് ഖുർആൻ വാളെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കാലാതീതമായി നിലനിൽക്കാനാവുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, എന്നാൽ അതിൽ ശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, എന്നാൽ അതിൽ ചരിത്രമായ പരാമർശങ്ങളുണ്ട്. ഈ ഗ്രന്ഥം ദൈവികമാണെന്നും ആ ദൈവം ഏകനാണെന്നും ആ ദൈവത്തെ ആരാധിക്കണമെന്നും ശാസ്ത്രം കൊണ്ടും ചരിത്രം കൊണ്ടും ബോധ്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത് മനുഷ്യരെ. ആ ശാസ്ത്ര പരാമർശങ്ങളിലോ ചരിത്ര പരാമർശങ്ങളിലോ അശാസ്ത്രതയോ ബന്ധമോ ഉണ്ടാവില്ലെന്നതാണ് പരിശുദ്ധ ഖുർആൻ എക്കാലത്തും അത് ജയിപ്പിക്കുന്നതാക്കി മാറ്റുന്നത്. അല്ലാഹു പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അല്ലാഹു അല്ലാത്ത പക്കൽ നിന്നതായിരുന്നെങ്കിൽ അവരിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. വിമർശകർ ഖുർആനിൽ വൈരുദ്ധ്യമെന്ന് തെളിയിക്കാനായി കിണഞ്ഞു ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും അതിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. വൈവിധ്യങ്ങളുണ്ടെന്ന് തെളിയിക്കാനായി അവർ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അവ ഒന്നില്ലെങ്കിൽ വൈവിധ്യങ്ങളായി തെറ്റിദ്ധരിപ്പിക്കലാണ്, അതല്ലെങ്കിൽ വ്യത്യസ്ത സംഭവങ്ങളെ ഒരേ സംഭവങ്ങളായി തെറ്റിദ്ധരിപ്പിക്കലാണ്, അതുമല്ലെങ്കിൽ വിവരണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതുള്ള വിമർശനം മാത്രമാണ്. ഇവിടെ കാലപ്പഴക്കത്താൽ നശിച്ചു പോയ ആശയങ്ങളുണ്ട്. ഭാഷയിൽ മാറ്റം വന്നതിനാൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയം, ഖുർആനിന്റെ ഭാഷ, ഇതൊന്നും കാലപ്പഴക്കത്താൽ നശിച്ചില്ലാതാവുകയില്ല. അതെന്ത് കൊണ്ടെന്നാൽ ഇത് അവതരിപ്പിച്ചത് ലോകരക്ഷിതാവ് അല്ലാഹുവാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. തീർച്ചയായും ഈ ഖുർആൻ അവതരിപ്പിച്ചത് ലോകരക്ഷിതാവ് തന്നെയാകുന്നു. പരിശുദ്ധ ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.